നമുക്കറിയാം ഫേസ്ബുക്കിലും വാട്സാപ്പിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലുമൊക്കെ സ്റ്റോറീസും സ്റ്റാറ്റസും ഒക്കെ ഒരുപാട് ആളുകൾ അപ്ലോഡ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. വളരെ മനോഹരമായിട്ട് എഡിറ്റ് ചെയ്തിട്ട് അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. നമ്മൾ സ്റ്റോറീസൊക്കെ കാണാറുണ്ട്, ചില ആളുകൾ സ്റ്റോറീസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. എന്നാൽ നമ്മുടെ മൊബൈൽ വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഒരൊറ്റ ക്ലിക്ക് കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള സ്റ്റോറീസും സ്റ്റാറ്റസും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി വീഡിയോ നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ അറിയാത്ത ആളുകൾക്ക് പോലും ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് മനോഹരമായിട്ടുള്ള സ്റ്റോറീസും സ്റ്റാറ്റസും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനുമുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഇതിനായിട്ടൊരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കുറേ ടെംപ്ലേറ്റ്സുകൾ നിങ്ങൾ കാണാൻ സാധിക്കും. അതൊക്കെ സ്കിപ്പ് ചെയ്യുക. ഇവിടെ ഒരുപാട് സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഉണ്ട്. ചിലതിൽ മാത്രം നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള, ഇവിടെ നിങ്ങൾക്ക് താഴെ തന്നെ കാണാൻ സാധിക്കും ഒരു ഐക്കൺ. ആ ഐക്കൺ ഉള്ളത് മാത്രമേ പേയ്മെൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യം കാണിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഫ്രീ ആണ്. നമുക്കിഷ്ടംപോലെ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇവിടെ ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് നോക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഞാൻ തിരഞ്ഞെടുത്തു. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും, ഇതിൽ തന്നെ ഒരുപാട് എഫക്റ്റുകളും ഫോട്ടോസുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ എഡിറ്റ് എന്ന ഭാഗത്ത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡിങ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഗാലറി ഇവിടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഗാലറി ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഗാലറിയിൽ നിന്നും ഇഷ്ടമുള്ള ഫോട്ടോസുകൾ തിരഞ്ഞെടുക്കാം. ഞാനിപ്പോൾ 1-2 ഫോട്ടോസുകൾ ഇവിടെ തിരഞ്ഞെടുക്കുകയാണ്. ആവശ്യമുള്ള ഫോട്ടോസുകളൊക്കെ തിരഞ്ഞെടുത്തതിന് ശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. എത്ര ഫോട്ടോസ് വേണമെങ്കിലും നമുക്കിവിടെ തിരഞ്ഞെടുക്കാം. ഇവിടെ താഴെ കാണാൻ സാധിക്കും, അതായത് 21 ഫോട്ടോ വരെ ഈ ഒരു ഓപ്ഷനിലൂടെ, അതായത് നിങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്, ഏത് എഡിറ്റാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്, അതിന് എത്ര ഫോട്ടോ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് താഴെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഒരു 4-5 ഫോട്ടോ മാത്രമേ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഇവിടെ അതിനുശേഷം ഓക്കെ കൊടുക്കുക. വീണ്ടും ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് ആകുന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്ത ഫോട്ടോസുകളൊക്കെ ഇവിടെ ആഡായിട്ട് ക്രിയേറ്റ് ആകുന്നതായിരിക്കും. ഇപ്പോൾ ആഡ് ആയിട്ടുണ്ട്. എഫക്റ്റോട് കൂടിയിട്ട് എൻ്റെ ഫോട്ടോസുകളൊക്കെ ഇവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ മനോഹരമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല സ്റ്റോറീസുകൾ അല്ലെങ്കിൽ സ്റ്റാറ്റസുകളൊക്കെ നിങ്ങൾക്കിവിടെ തയ്യാറാക്കാൻ സാധിക്കും. വലതുവശത്ത് മുകളിൽ ഇതൊക്കെ നിങ്ങൾക്ക് തയ്യാറാക്കി ഇതിൽ ഫോട്ടോസ് വേണമെങ്കിൽ മാറ്റാനുള്ള ഓപ്ഷനുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു മ്യൂസിക് ആഡ് ചെയ്യണം. എങ്ങനെയാണ് മ്യൂസിക് ആഡ് ചെയ്യുക? ഇവിടെ തൊട്ടടുത്ത് കാണുന്ന, അതായത് എഡിറ്റ് ക്ലിപ്പ് എന്ന ഭാഗത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. വലതുവശത്ത് നിങ്ങൾക്ക് ഇവിടെ താഴെ തന്നെ ആഡ് മ്യൂസിക് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആഡ് മ്യൂസിക് എന്ന ഭാഗത്ത് വീണ്ടും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ ഉള്ള ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ മ്യൂസിക്കുകളും നിങ്ങൾക്ക് ഇവിടെ മൈ മ്യൂസിക് എന്ന ഭാഗത്ത് കാണാൻ സാധിക്കും. അതല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്തുള്ള മ്യൂസിക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ മൈ മ്യൂസിക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇമ്പോർട്ട് ഫ്രം ഫയൽ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലുള്ള നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ മ്യൂസിക്കുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഓഡിയോ എന്ന ഭാഗം സെലക്ട് ചെയ്താൽ മതി. ഇവിടെ തന്നെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഒരുപാട് മ്യൂസിക്കുകൾ ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ ഒരു മ്യൂസിക് ഇവിടെ തിരഞ്ഞെടുക്കുകയാണ്. ഞാനതിൻ്റെ സൗണ്ട് കുറച്ചതാണ്. ഇപ്പോൾ അതിവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനിവിടെ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ അത് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മനോഹരമായിട്ടുള്ള സ്റ്റോറീസുകൾ അതുപോലെ തന്നെ സ്റ്റാറ്റസുകളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടുകൂടി ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ആഡ് ചെയ്തതിന് ശേഷം വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റെപ്പുകളാണ് ഇതിലുള്ളത്. അതിനുശേഷം നിങ്ങൾ വലതുവശത്ത് മുകളിൽ കാണുന്ന ആ ഒരു ഡൗൺലോഡിൻ്റെ, അതായത് സേവ് ചെയ്യുന്ന ആ ഒരു ഐക്കൺ ഉണ്ട്, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആക്കാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ വാട്സപ്പ് സ്റ്റാറ്റസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ അതർ എന്ന ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സേവ് ചെയ്യുന്ന ഓപ്ഷനും ഉണ്ട്. ഇതിപ്പോൾ സേവ് ആകുകയാണ്. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം.
ഇതിപ്പോൾ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഗാലറി ഒന്ന് തുറന്നു നോക്കാം. വീഡിയോസ് എന്ന ഭാഗത്ത് നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ച ആ ഒരു മ്യൂസിക്കോട് കൂടിയിട്ടുള്ള ആ ഒരു സ്റ്റോറി അല്ലെങ്കിൽ സ്റ്റാറ്റസ് വെക്കാനുള്ള ആ ഒരു വീഡിയോ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ മനോഹരമായിട്ടുള്ള സ്റ്റോറീസുകൾ അതുപോലെ തന്നെ സ്റ്റാറ്റസുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടുകൂടി വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാൻ സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.